വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡിൽ വന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യുബൈ ഇല്ലുവിനെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ അടുത്ത ദിവസമാണ് അവളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു വെച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് കാവോയ്ക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത്. അവനത് ദുവോയെ അറിയിക്കുന്നു. രാജ്ഞിയാണ് അവളെ അവിടേക്ക് അയച്ചതെന്നും പ്രിൻസിന്റെ ആൾക്കാരുടെ സംരക്ഷണയിലാണ് അവൾ അവിടെ വരെ എത്തിയതെന്നുമൊക്കെ കാവോ അവനെ അറിയിക്കുന്നു. പ്രിൻസിന്റെ ആൾക്കാർ അവളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്ന് കാവോ പറഞ്ഞപ്പോൾ അതിനുവേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദുവോ നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവർ അവളുടെ കാവൽ കുറച്ച് കുറയ്ക്കുന്നതായി കാണിക്കുന്നു. ആ തക്കത്തിന് യുബൈ പുറത്തുപോയി മുമ്പ് അവളെ താമസിപ്പിച്ചിരുന്ന മിങ്ഡിങ് ടവറിൽ വെച്ച് റോങ്ങിനെ കാണുന്നു. ദുവ ആൾ ശരിക്കും മാറിപ്പോയി, ഇപ്പോൾ എന്നോട് ഒട്ടും സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് സങ്കടം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് തരണമെന്ന് അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവളെ സഹായിക്കാനുള്ള മാർഗ്ഗമാണെന്ന രീതിയിൽ പ്രിൻസ് ഏൽപ്പിച്ച വിഷം അവൻ അവൾക്ക് നൽകുന്നു. അതിനുള്ളിൽ ദുവയെ വശീകരിക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് എന്നാണ് അയാൾ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. വിവരങ്ങൾ ചോർത്താൻ വേണ്ടി അവളെ മനഃപൂർവ്വം ഇങ്ങനൊരു അവസരമുണ്ടാക്കി അവിടേക്ക് പറഞ്ഞു വിട്ടതിനാൽ ദുവ പുറത്തു നിന്ന് അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് മാറുന്നു. പ്രിൻസിന്റെ പ്ലാനിനെ കുറിച്ച് അറിവുണ്ടായിരുന്ന ഷെങ് നേരത്തെ തന്നെ അവർക്കരികിലായി മറ്റൊരു മുറിയിൽ ഇടം പിടിച്ചിരുന്നു. റോങ്ങും യുബൈയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ അവനും കേട്ടിരുന്നു. വശീകരിക്കാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് റോങ് ഏൽപ്പിച്ചത് വിഷമാണെന്ന് ദുവയ്ക്ക് മനസ്സിലായിരുന്നു. പ്രിൻസ് ഏതോ ദൂരസ്ഥലത്ത് നിന്ന് മാരകമായ ഒരു വിഷം വരച്ചതിനെ കുറിച്ച് മുമ്പ് ചാരന്മാർ അവന് വിവരം നൽകിയിരുന്നു. അതാണ് മരുന്നായി ഇങ്ങോട്ടേക്ക് അയക്കുന്നത് എന്ന് അവൻ ഊഹിക്കുന്നു. പ്രിൻസിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി അറിഞ്ഞിരുന്നുകൊണ്ട് വിഷം കഴിക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ഇല്ലെന്ത ആവശ്യത്തിനായി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് യുബൈ ദുവയ്ക്ക് കഴിക്കാൻ എന്താ ഫുഡ് റെഡിയാക്കിക്കൊണ്ട് അവിടേക്ക് വന്നത്. അവളെ കണ്ടതും അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാനായി ഇല്ലു വേഗം തിരികെ മുറിയിൽ കയറി ഒളിച്ചിരുന്നിട്ട് വാതിലിൻ്റെ വിടവിലൂടെ നോക്കുന്നു. മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് യുബൈ ഭക്ഷണത്തിൽ എന്തോ പൊടി ചേർക്കുന്ന അവൾ കാണുന്നു. യുബൈ ഭക്ഷണവുമായി വന്നപ്പോൾ തന്നെ വിഷം ചേർത്ത ഫുഡാണതെന്ന് ദുവയ്ക്ക് മനസ്സിലായെങ്കിലും അവനത് കഴിക്കാനേ എടുക്കുന്നു. അപ്പോഴേക്കും ഇടിച്ചു കയറി അകത്തേക്ക് വന്ന് ഇല്ലു അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് വിഷം ചേർത്തിട്ടുണ്ട്, കഴിക്കരുത് എന്ന് പറഞ്ഞ് തടയുന്നു. അവളിപ്പോൾ തൻ്റെ പ്ലാനെല്ലാം കുളമാക്കുമില്ലെന്നോർത്ത് ദുവ അവളോട് അതിൽ നിന്ന് പിടിവിടാൻ ആവശ്യപ്പെടുന്നു. രണ്ടുപേരും തമ്മിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. പിടിവലിക്കിടയിൽ ഇല്ലു അത് തട്ടിപ്പറിച്ച് വാങ്ങി കുടിക്കുന്നു. അതോടെ അവളുടെ ബോധം പോകുന്നു. ദുവ മരിക്കുന്നത് കാണാൻ അവിടെ മറിഞ്ഞിരുന്ന റോങ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇല്ലുവിനെ രക്ഷിക്കാൻ ആ സിറ്റിയിലെ പ്രമുഖരായ ഡോക്ടർമാരെല്ലാം ദുവ അവിടെ എത്തിക്കുന്നു. അവളുടെ ജീവന് അപകടമൊന്നുമില്ലെങ്കിലും അവൾക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. അവർക്ക് ആർക്കും അതിനുള്ള മരുന്ന് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അവരെല്ലാം ചവിട്ടി പുറത്താക്കുന്നു. അവൻ്റെ ദേഷ്യം കാരണം ജീവനും കയ്യിൽ പിടിച്ചാണ് അവരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയത്. ദുവ മുറിയിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യാതെ ഇല്ലുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരേ ഇരിപ്പാണ്. അവളുടെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ബെഡിലേക്ക് കിടത്താൻ ടോങ് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അതിനു പോലും അവൻ സമ്മതിക്കുന്നില്ല. എന്തായാലും ഈ സംഭവത്തോടെ അവൻ ഇല്ലുവിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ടോങ്ങിന് ബോധ്യമാകുന്നു. ദുവ ഇല്ലുവിൻ്റെ അടുത്ത് നിന്നൊന്നും മാറുക പോലും ചെയ്യാതെ രാത്രി മുഴുവൻ അവൾക്ക് കൂട്ടിരിക്കുന്നു. അവൻ തന്നെ അവളുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് അവനും ബോധ്യമായിരിക്കുന്നു. മിങ്ഡിങ് ടവറിൽ വെച്ച് യുബൈയും മരുന്നുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഷെങ് ഒരു പണി ഒപ്പിച്ചിരുന്നു. അവൾക്ക് എതിരെ ചെന്ന് അറിയാത്ത മട്ടിൽ അവളെ ഇടിക്കുന്നു. ആ സമയത്ത് അവളുടെ കയ്യിലിരുന്ന മരുന്ന് താഴെ വീഴുന്നുണ്ട്. അത് അവനാണ് എടുത്തു കൊടുത്തത്. പക്ഷെ അവൻ തിരികെ കൊടുത്തത് അതേപോലെയുള്ള മറ്റൊരു കുപ്പിയാണ്. നേരത്തെ തന്നെ അവനത് കൈവശം കരുതിയിരുന്നു. ഇല്ലു ദുബായ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവൻ മരിച്ചാൽ അവൾക്ക് വിഷമമാകുമല്ലോ എന്നോർത്താണ് ദുബായെ കൊല്ലാനുള്ള പ്ലാൻ അവൻ തടഞ്ഞത്. പക്ഷേ ദുബ അടുത്തിടെ അവളെ കൂടുതൽ വിഷമിപ്പിച്ചെന്ന് അവൾ പരാതി പറഞ്ഞിരിക്കുന്നതിനാൽ അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി 1-2 ദിവസം വരെ ഉറക്കി കിടത്താൻ കഴിവുള്ള ഒരു മരുന്നാണ് അവൻ പകരം നൽകിയത്. അതുകൊണ്ടാണ് ഇല്ലു ഇതുവരെ ഉണരാത്തത്. മറ്റേ വിഷം അവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം കഴിഞ്ഞാണ് ഇല്ലുവിന് ബോധം വീണത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിലും ക്ഷീണമുള്ളത് കൊണ്ട് ദുവ അവളെ പുറത്തേക്ക് തോളിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ദിവസം അവൻ മിണ്ടാതെ നടന്നതിൻ്റെ വിഷമമൊക്കെ ഇപ്പോൾ ഇല്ലു തീർക്കുന്നു. യുബൈ വിഷമാണ് നൽകുന്നതെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് അത് കുടിക്കാൻ തയ്യാറായി അവളെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കേണ്ടി വന്നതിന് അവൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് അടുക്കുന്തോറും നിനക്ക് ആപത്തുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ച് ദിവസം അകന്നു നിന്നതെന്നും അവൻ പറയുന്നു. ഇല്ലുവിൻ്റെ പിണക്കവും വിഷമവും ഒക്കെ മാറിയെങ്കിലും യുബൈയുമായുള്ള ബന്ധം എന്താണ് എന്ന് അവൾ ചോദിക്കുന്നു. ഇത്തവണ അവൻ സത്യം പറയാൻ തയ്യാറാകുന്നുണ്ട്. താൻ ശരിക്കും ദുവോ അല്ല, ദുവയുടെ ഇരട്ട സഹോദരനായ ഷെങ് ആണ് എന്നും കൊട്ടാരത്തിൽ വെച്ച് ചേട്ടൻ നിഗൂഢമായി കൊല്ലപ്പെട്ടപ്പോൾ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ചേട്ടൻ്റെ ഐഡന്റിറ്റി അവിടെ കടന്നുകൂടിയതാണ് എന്നൊക്കെ അവൻ തുറന്നു പറയുന്നു. ഇല്ലു അതറിയുമ്പോൾ ഞെട്ടും എന്നാണ് അവൻ കരുതിയത്. പക്ഷെ അവൾ നേരത്തെ തന്നെ ഇതൊക്കെ ഊഹിച്ചിരുന്നത് കാരണം അവൾക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. അവൾ ഇതൊക്കെ ഊഹിച്ചെടുത്തിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ കുറച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൻ വിശദമായി അവളോട് പറയുന്നു. ചേട്ടനെ കാണാനില്ല എന്നറിഞ്ഞ് അന്വേഷിച്ചു പോയ അവൻ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ പ്രിൻസിൻ്റെ എംബ്ലമുള്ള ഒരു രഥം കണ്ടിരുന്നു. അവൻ അപ്പോൾ അത് അത്ര കാര്യമാക്കിയില്ലെങ്കിലും അതിന് കുറച്ചടുത്തായി തന്നെ ചേട്ടൻ്റെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നു. അവൻ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു സിൽക്ക് പെൻഡൻറ്റും അവന് കിട്ടുന്നു. അവനെ കൊന്ന ആളിൻ്റേതായിരിക്കണം എന്നവൻ ഊഹിക്കുന്നുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അന്ന് ആ വഴി പ്രിൻസിൻ്റെ രഥം മാത്രമേ കടന്നു പോയുള്ളൂ എന്നവൻ അറിയാൻ കഴിയുന്നു. അയാൾ തന്നെ ആയിരിക്കണം ചേട്ടനെ കൊന്നതെന്ന് ഊഹിച്ച അവൻ അന്നത്തെ മജിസ്ട്രേറ്റിനൊക്കെ പരാതി നൽകിയിരുന്നു. പക്ഷേ പ്രിൻസ് നല്ല പദവിയുള്ള ആളായതുകൊണ്ട് മജിസ്ട്രേറ്റ് അവനെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. അധികാരവും പണവും ഒന്നുമില്ലാതെ പ്രതികാരം ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ റിസ്ക് എടുത്ത് ചേട്ടൻ്റെ വേഷത്തിൽ കൊട്ടാരത്തിൽ കടന്നുകൂടുന്നു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ഇന്നത്തെ നിലയിൽ ബ്യൂറോയുടെ തലവസ്ഥാനത്തെത്തിയത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രഹസ്യം ആകെ അറിയാവുന്നത് കാവോയ്ക്കും ഷില്ലിനും മാത്രമായിരുന്നു. ഇപ്പോൾ നിനക്കും കൂടി അറിയാമെന്ന് അവൻ പറയുന്നുണ്ട്. അവിടെ വരെ എത്തിപ്പെടാൻ അവൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇല്ലുവിന് നല്ല വിഷമം തോന്നുന്നുണ്ട്.
അവൾ അവൻ്റെ അടുത്ത് നിന്ന് മടിയിലേക്ക് ഇരുന്നു കൊണ്ട് ഇനി ആരുമില്ല എന്നോർത്ത് വിഷമിക്കരുത്. എൻ്റെ മനസ്സ് എപ്പോഴും നിനക്ക് സ്വന്തമായിരിക്കും. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ദുബായിക്ക് പകരം ഇല്ലു വിഷം കഴിച്ചതും അവൾക്ക് മരണം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അറിഞ്ഞ പ്രിൻസ് ആകെ കലിപ്പിലാകുന്നു. യുബൈയെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞതിനാൽ അവളെ കൊന്നുകളഞ്ഞേക്കാൻ അയാൾ റോങ്ങിന് നിർദ്ദേശം നൽകുന്നു. വിഷം ആരെങ്കിലും മാറ്റിക്കാണുമോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തപ്പോഴാണ് വിഷം പുറത്തെടുത്ത സമയത്ത് ഷെങ് അവിടെ ഉണ്ടായിരുന്നത് അവർ ഓർക്കുന്നത്. അതുപോലെ തന്നെ യുബൈ മിങ്ഡൺ ടവറിലെത്തിയ ദിവസം ഷെങ് അവിടെയും ഉണ്ടായിരുന്നു എന്ന് റോങ് അറിഞ്ഞിരുന്നു. ഷെങ് ഇല്ലുവിൻ്റെ ബന്ധുവാണ്. തമ്മിൽ ഇടയ്ക്കിടെ കാണുമായിരുന്നു എന്ന കാര്യവും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ ആയിരിക്കണം വിഷം മാറ്റിയത് എന്ന് അവർ സംശയിക്കുന്നു. അവനെയും കൊന്നുകളഞ്ഞേക്കാൻ പ്രിൻസ് ഉത്തരവിടുന്നു. പ്രിൻസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട ദുവോ യുബൈയെ ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ട് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും താൻ കാരണം ഇല്ലുവിന് ഒരു ആപത്തുണ്ടായതിൽ അവൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ദുബായെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നിടയിൽ ഇല്ലുവിന് ഒപ്പം അവൻ പുറത്തുപോയി സ്പൈസി ഫുഡ് കഴിച്ച കാര്യമൊക്കെ അവൾ അറിഞ്ഞിരുന്നു. അവൾക്ക് അറിയാമായിരുന്ന ദുബായ്ക്ക് അങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ കഴിയില്ല, അലർജിയാണ് എന്ന് അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ്റെ ഇരട്ട സഹോദരനെക്കുറിച്ചും പറഞ്ഞിരുന്നു. അവൻ തന്നോട് പെരുമാറിയത് ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കൂടി ചിന്തിച്ച് നോക്കിയപ്പോൾ ഇത് ശരിക്കുള്ള ദുബോ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് അവൾക്കും തോന്നിയിരുന്നു. അവൾ അതിനെക്കുറിച്ച് അവനോട് പറയുന്നു. ശരിക്കുള്ള ദുബോ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ മൗനത്തിൽ നിന്ന് താൻ ഊഹിച്ചതൊക്കെ ശരിയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഞാൻ അറിഞ്ഞ ഈ രഹസ്യം ജീവനുള്ളിടത്തോളം കാലം ആരോടും പറയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അവൾ രഥത്തിനുള്ളിൽ കയറിയിരുന്നത്. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ദുബോ അവളോട് സത്യം പറയുന്നു. ദുബോയ്ക്ക് വേണ്ടി അവൾ കാത്തിരുന്ന ദിവസം അവളെ കാണാനേ അവൻ പുറപ്പെട്ടതാണ്. പക്ഷേ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ നിന്നെ ചതിച്ചു എന്നോർത്ത് വിഷമിക്കരുത് എന്നറിയിച്ചിട്ടാണ് അവൻ അവളെ യാത്രയാക്കിയത്. പ്രിൻസ് ഷെങ്ങിനെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നവന് നേരത്തെ തന്നെ അറിയാമായിരുന്നതിനാൽ നിരീക്ഷിക്കാൻ ദുബോ ആളെ ഏർപ്പാടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിൻ്റെ ആൾക്കാർ ഷെങ്ങിനെ കൊല്ലാൻ ചെന്നപ്പോൾ അവർക്ക് രക്ഷിക്കാൻ കഴിയുന്നു. ഷെങ്ങിൻ്റെ കയ്യിൽ നിന്ന് പ്രിൻസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ദുബോ അവനോട് പെരുമാറിയത്. എന്നിട്ട് പോലും ആദ്യമൊന്നും വിട്ടുപറയാൻ ഷെങ് തയ്യാറാകുന്നില്ല. അവനാണ് വിഷം മാറ്റിവെച്ചത് എന്നുള്ള കാര്യം മാത്രം പറയുന്നു. അവസാനം അവനെയും ഇല്ലുവിനെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവൻ എന്തെങ്കിലും വിട്ടുപറയാൻ തയ്യാറായത്. പ്രിൻസ് രഹസ്യമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ എന്നായിരുന്നു ദുബോയ്ക്ക് അറിയേണ്ടിരുന്നത്. പ്രിൻസ് രഹസ്യമായി ഇരുമ്പ് പണിക്കാരെ ഖനിയിൽ കൊണ്ട് താമസിച്ച് വൻതോതിൽ രഹസ്യമായ ആയുധങ്ങൾ നിർമ്മിച്ച് സൈന്യത്തിന് കൈമാറുന്നതിനെക്കുറിച്ചൊക്കെ ഷെങ്ങിന് അറിയാമായിരുന്നു. അവനതെല്ലാം ദുബോയോട് പറയുന്നു. ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഖനിയുടെ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഖനി കണ്ടെത്തി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് തെളിവുണ്ടാക്കാൻ ദുബോ ഷുലിനെ പറഞ്ഞയക്കുന്നു. ഇല്ലു അറിയാതെയാണ് ദുബോ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഷെങ് കരുതിയിരിക്കുന്നത്. അവൾ ഇതൊക്കെ അറിഞ്ഞാൽ നിന്നെ വെറുക്കും എന്നവൻ പറഞ്ഞപ്പോഴാണ് അതുവരെ അവിടെ മറിഞ്ഞിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഇല്ലു അവിടെ ചാടി വന്ന് അവൻ വിഷത്തിന് പകരം വീര്യമുള്ള മരുന്ന് മാറ്റിവെച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടത്. ദുബോ അവളെ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ അവൾ അവനിട്ടൊന്ന് കൊടുത്തേനെ. അവളെ സമാധാനിപ്പിച്ച ശേഷം ദുബോ അവനെ സ്വതന്ത്രനാക്കുന്നു. പ്രിൻസിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അവൻ അറിയാവുന്നത് കൊണ്ട് ഏത് നിമിഷവും അവൻ്റെ ജീവൻ അപകടത്തിലാക്കാമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടും ദുബോ അവനെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ തന്നെ പറഞ്ഞയക്കുന്നു. പോകുന്നതിന് മുമ്പ് അവനെ ബ്രദറിലോ എന്ന് വിളിക്കുന്നുമുണ്ട്. ദുബോയ്ക്ക് പകരം ഇല്ലു അറിഞ്ഞുകൊണ്ട് വിഷം കഴിച്ചതും അവളെ രക്ഷിക്കാൻ വേണ്ടി നാട്ടിലെ വൈദ്യന്മാരെല്ലാം വിളിച്ചു വരുത്തിയതും രാത്രി മുഴുവൻ അവൾക്കൊപ്പം കാവലിരുന്നതൊക്കെ പ്രിൻസ് ഒരു എഴുത്തിലൂടെ രാജ്ഞി അറിയിക്കുന്നു. വർഷങ്ങളോളം തൻ്റെ സേവകനായി ഇരുന്നിട്ട് ഒരിക്കൽ പോലും ദുബോ തൻ്റെ ഒപ്പം രാത്രി ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ സേവിക്കുന്ന ഇല്ലുവിനോട് ഇത്ര പ്രത്യേകത എന്താണ്? അവളുടെ ജീവൻ നഷ്ടപ്പെടും എന്നോർത്ത് പേടി തോന്നിയത് കൊണ്ടാണ് അവനതിന് തയ്യാറായത്. അവൾ ഇത്രയധികം കെയർ ചെയ്യാൻ വേണ്ടി അവൾ ആരാണ് എന്നൊക്കെ ചിന്തിച്ച് രാജ്ഞിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെയാകുന്നു. രാജ്ഞിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെയാകുന്നു. ദുബോയോടുള്ള ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവർ അടുത്ത ഒരു കെണി ഒരുക്കുന്നുണ്ട്. തോഴിയെ കൊണ്ട് കൊട്ടാരത്തിലെ വേറെ 2 തോഴിമാർക്ക് പണം നൽകി ഇല്ലു അബദ്ധത്തിൽ വിഷം കഴിച്ച അവശതയിലാണ് എന്ന് സുൻ കേൾക്കുന്ന വിധത്തിൽ സംസാരിപ്പിക്കുന്നു. സുൻ ഉടനെ തന്നെ വിവരം ചോദിച്ചറിഞ്ഞ് മുറോങ്ങിനെ അറിയിക്കുന്നു. ദുബോയുടെ അഭാവത്തിൽ ഭരണം ഏറെക്കുറെ തൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്നതിൻ്റെയൊക്കെ സന്തോഷത്തിലായിരുന്നെങ്കിലും ഇല്ലുവിന് സുഖമില്ല എന്ന് കേട്ടതും മുറോങ് മറ്റെല്ലാം മാറ്റിവെച്ച് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇങ്ങനെ ആപത്ത് വരുന്ന അറിയാതെ ദുബോ ഇല്ലുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്ന തിരക്കിലാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പൈസി ചിക്കൻ അവൻ തന്നെ പലതവണ ട്രൈ ചെയ്ത് അവൾക്ക് നൽകാനായി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ തവണ ചെയ്തപ്പോഴാണ് മുമ്പ് അവിടുത്തെ സിറ്റിയിൽ നിന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റിൻ്റെ ഏകദേശമെങ്കിലും അവന് ഫീൽ ചെയ്തത്. അവൻ അതുമായി അവളുടെ മുറിയിലെത്തിയ സമയത്ത് അവനെ സഹായിക്കാൻ വേണ്ടി പ്രിൻസിൻ്റെ ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മാപ്പ് വിശദമായി പഠിക്കുകയായിരുന്നു അവൻ പക്ഷേ അതൊക്കെ മാറ്റി ഒപ്പിച്ചിട്ട് ചിക്കൻ അവൾക്ക് നൽകുന്നു. അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാബോ വന്ന് എല്ലാ മാസവും കഴിക്കാറുള്ള മരുന്ന് കഴിക്കാനുള്ള ടൈമായി എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോയത്. എന്ത് മരുന്നാണ് എന്നറിയാനുള്ള ആകാംക്ഷ അടക്കം വയ്യാതെ ഇല്ലു അവർ അറിയാതെ പുറകെ ചെന്ന് നിരീക്ഷിക്കുന്നു. മീശയും താടിയൊന്നും വളരാതെ പുരുഷ ഹോർമോണിനെ അടക്കി നിർത്തുന്നതിനുള്ള മരുന്നിൻ്റെ കാര്യമാണ് കാബോ ഓർമ്മിപ്പിച്ചത്. ദുബോ പക്ഷെ അത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭരണഫലങ്ങൾ വളരെ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാവോ കുറെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവനത് കഴിയുന്നില്ല. അതോടെ എന്തിനുള്ള മരുന്നാണെന്നറിയാനുള്ള ഇല്ലുവിൻ്റെ ആകാംക്ഷ കൂടുന്നു. ദുബോ പുറത്തെവിടെ പോയ സമയത്ത് കാവോയുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും മരുന്നിനെക്കുറിച്ച് അറിഞ്ഞു വരാനായി അവൾ ടോങ്ങിനെ പറഞ്ഞയക്കുന്നു. അവൾ കത്തിയുമായി ചെന്ന് കാവോയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് മരുന്നിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും വിട്ടു പറയുന്നില്ല. അവളുടെ ശ്രദ്ധ തെറ്റിയ സമയത്ത് അവളുടെ പിടിയിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. മരുന്നിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നും കിട്ടിയില്ലെങ്കിലും മരുന്നിൻ്റെ കുപ്പി അവനറിയാതെ അവൾ അടിച്ചു മാറ്റിയിരുന്നു.
അവർ രണ്ടുപേരും കൂടി വേഷം മാറി സിറ്റിയിലൊരു വൈദ്യനെ ചെന്ന് കണ്ട് അതിനുള്ളിൽ എന്തിൻ്റെ മരുന്നാണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നു. മീശയും താടിയൊന്നും വളരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നാണ് എന്ന് വൈദ്യൻ അവരോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇഞ്ചകൾക്ക് അതൊന്നും വളരാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തതിനാൽ എന്തിനായിരിക്കും അവനിത് കഴിക്കുന്നത് എന്ന് ഇല്ലു വീണ്ടും സംശയിക്കുന്നു. അവൻ്റെ കഥയൊക്കെ അറിഞ്ഞെങ്കിലും അവൻ്റെ ഫേക്ക് ഇഞ്ചയാണ് എന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല. ഖനിയിലേക്ക് അന്വേഷണത്തിൽ പോയ ഷിലിൻ ഇതിലകം മടങ്ങിയെത്തിയിരുന്നു. ദുബൈയുടെ നീക്കം മുൻകൂട്ടി കണ്ട പ്രിൻസ് തെളിവുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ അയാൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ നമ്മളായിട്ട് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ദുബ അവരോട് പറയുന്നു. അവൻ തന്നെ അതിന് വഴിയും പറയുന്നുണ്ട്. പ്രിൻസിൻ്റെ വലം കൈയായ ഒരു ജനറലിനെയും പ്രിൻസിനെയും തമ്മിൽ തെറ്റിക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. ജനറലിലാണ് എന്നെ കൊല്ലാൻ വിഷം നൽകിയത് എന്ന് നമ്മുടെ പീഡന സൈക്യമായത് ഷെങ് കുറ്റസമ്മതം നടത്തിയതായി ഏതെങ്കിലും രീതിയിൽ ജനറലിൻ്റെ ചെവിയിലെത്തിക്കാൻ അവൻ ഷിലിനെ ഏൽപ്പിക്കുന്നു. അതറിഞ്ഞു കഴിയുമ്പോൾ ജനറൽ പ്രിൻസിനെ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധാരണ മാറ്റാൻ അവർ തമ്മിൽ കാണാൻ അവസരമുണ്ടാക്കാതെ പ്രിൻസിന് പിടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്തം ദുവോ കാവോയെ ഏൽപ്പിക്കുന്നു. രണ്ടുപേരും ജോലി ഏറ്റെടുത്ത് രണ്ടു വഴിക്ക് പോകുന്നുണ്ട്. ദുബോയെ കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രിൻസ് ജനറലിനെ കാണാൻ പോകാനായി തുടങ്ങുമ്പോഴാണ് ദുബോ കുറേ കലാകാരന്മാരുമായി അവിടെ എത്തിയത്. അയാളോടുള്ള ശത്രുത അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി പ്രിൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദുബോ തന്നെ പറഞ്ഞു വിട്ടതാണ് ഇവരെ എന്ന് പറഞ്ഞാണ് അവൻ അവിടെ എത്തിയത്. അനുവാദം പോലും ചോദിക്കാൻ നിൽക്കാതെ അവർക്കൊപ്പം അകത്ത് കയറി പെർഫോമൻസും തുടങ്ങുന്നു. അവർ അവിടെയുള്ളപ്പോൾ പ്രിൻസിന് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ യാത്ര മാറ്റിവെക്കുന്നു. പക്ഷേ അയാൾ നേരത്തെ വിവരം നൽകിയതനുസരിച്ച് അയാളുമായി മീറ്റ് ചെയ്യാൻ മിങ്ടോങ് ടവറിലെത്തി കാത്തിരുന്ന ജനറൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രിൻസ് എത്താത്തതിനാൽ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. അപ്പോഴാണ് ദുബോയുടെ ആൾക്കാർ ദിവസങ്ങളായി പ്രിൻസിൻ്റെ വീട്ടിൽ പെർഫോമൻസ് നടത്തുന്നതും ഷെങ്ങിൻ്റെ കുറ്റസമ്മതവും ഒക്കെ അയാൾ അറിയുന്നത്. എല്ലാം കൂടി കേട്ടപ്പോൾ ദുബോ മുൻകൂട്ടി കണ്ടതുപോലെ പ്രിൻസ് കുറ്റമെല്ലാം തൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ദുബോയുടെ പക്ഷം ചേരാനുള്ള നീക്കമാണ് എന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ആകെ കൺഫ്യൂഷനായിരിക്കുന്ന സമയത്താണ് ഭക്ഷണം കൊടുക്കാനെന്ന രീതിയിൽ അവിടെത്തിയ ഷുലിൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചത്. ജനറലായതുകൊണ്ട് തന്നെ അയാൾക്ക് കട്ടയ്ക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയം അയാളുമായി ഫൈറ്റ് ചെയ്യാതെ ഷുലിൻ പിന്മാറുന്നു. പ്രിൻസ് തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് അയാളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടി ദുബോ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഷുലിൻ ഇങ്ങനൊരു നീക്കം നടത്തിയത്. ദുബോയുടെ പ്ലാൻ സക്സസ് ആകുന്നു. ജനറൽ പ്രിൻസിനെതിരെ നീങ്ങാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാവോയ്ക്ക് അവിടെ വിട്ടു പോകാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മനസ്സിലായതോടെ അവൻ്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ജനറലിനെ കാണാനായി പുറത്തേക്ക് പോകാൻ പ്രിൻസ് ശ്രമിക്കുന്നു. പക്ഷേ കാവോ അയാളെ കൈയോടെ പിടികൂടുന്നുണ്ട്. അതോടെ ക്ഷമ നശിച്ച പ്രിൻസ്, എന്തായാലും ഞാൻ പുറത്തു പോകും, നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി അയാളെ ആക്രമിച്ചത്. പ്രിൻസിന് വിശദീകരിക്കാനുള്ള സമയം പോലും അയാൾ നൽകുന്നില്ല. ദുബൈയുടെ കെണിയാണിതെന്ന് പ്രിൻസിന് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കുന്നു. ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അയാൾ ജനറലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനറലിൻ്റെ തലയിൽ അതൊന്നും കയറുന്നില്ല. ഇരുകൂട്ടരും തമ്മിലുള്ള പോര് മുറിയപ്പോഴാണ് കാവോയുടെ ആൾക്കാർ അവിടെ എത്തി രണ്ടു കൂട്ടരെയും ആക്രമിച്ചത്. ഈ സമയത്ത് ജനറലിനൊരു അമ്പ് ഏൽക്കുന്നുണ്ട്. അധികം വൈകാതെ സിറ്റുവേഷൻ ദുബോയുടെ ആൾക്കാരുടെ കൺട്രോളിലാകുന്നു. ജനറലിനെയും പ്രിൻസിനെയും അവർ പിടിച്ചു കെട്ടുന്നു. അപ്പോഴേക്കും ദുബോയും അവിടെ എത്തുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായതോടെ ജനറൽ പ്രിൻസിനെ കൂടി ഒറ്റ കൊടുക്കുന്നു. പ്രിൻസിൻ്റെ രഹസ്യായുധ കടത്തിൻ്റെ രേഖകളൊക്കെ അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി അയാൾ ദുബോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. തെളിവ് കിട്ടിയതോടെ രാജാവിനെതിരെ വിപ്ലവത്തിനുള്ള നീക്കങ്ങൾ നടത്തി കുറ്റം ആരോപിച്ച് പ്രിൻസിനെ തൽക്കാലത്തേക്ക് അവർ വീട്ടുതടങ്കലിലാക്കുന്നു. രാജകൽപ്പന വന്നിട്ട് ശിക്ഷ തീരുമാനിക്കാം എന്ന് പറഞ്ഞാണ് അവൻ വീട്ടുതടങ്കലിലാക്കിയതെങ്കിലും ചേട്ടൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രിൻസിനെ കൊല്ലാൻ തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷേ പ്രിൻസിൻ്റെ അടുത്ത് ചെന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അയാളല്ല കൊലപാതകത്തിന് പിന്നിൽ എന്നവൻ അറിയുന്നത്. ആദ്യം അയാൾ പറഞ്ഞത് വിശ്വസിക്കാൻ അവൻ തയ്യാറാക്കുന്നില്ല. പക്ഷേ മരണഭയത്തോടെ അയാൾ പറയുന്നത് അവൻ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. ഇത്രയും നാളും അയാളാണ് ചേട്ടൻ്റെ മരണത്തിന് പിന്നിൽ എന്ന് കരുതി അയാളെ കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിച്ച ദുബൈക്ക് പെട്ടെന്ന് ഒരു ശത്രു ആരാണെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി. അവൻ ആകെ നിരാശനായി എന്ന് തന്നെ പറയാം. അവൻ വരുന്നത് കാത്ത് വഴിക്കണ്ണുമായി പുറത്തു തന്നെ കാത്തു നിൽക്കാരുന്ന ഇല്ലുവിന് ദൂരെ നിന്ന് അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഒന്നും പറയാതെ അവളെ കെട്ടിപ്പിടിക്കുന്നു. കാവൽക്കാരൊക്കെ അത് നോക്കുന്നത് കണ്ട് അവൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് അവനെയും കൂട്ടി പുറത്തേക്ക് എവിടെ പോകുന്നു. ശാന്തമായ വളരെ ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവൾ അവനെ കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് അവർ കുറേ സംസാരിക്കുന്നുണ്ട്. പ്രിൻസ് അല്ല ചേട്ടൻ്റെ കൊലപാതകി. ഇത്രയും നാളും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ ആയി പോയതുപോലെ തോന്നുകയാണ് എന്നൊക്കെ അവൻ വളരെ വിഷമത്തോടെ സംസാരിക്കുന്നു. ഇല്ല, അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. മനസ്സൊന്ന് ശാന്തമായി എന്ന് തോന്നിയപ്പോൾ അവളുടെ കൂട്ട് എപ്പോഴും വേണമെന്ന് തോന്നിയത് കൊണ്ടാകാം നമുക്ക് വിവാഹിതരാകാമെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ സീരിയസ് ആയി പറയുകയാണെന്ന് മനസ്സിലായപ്പോൾ എങ്കിൽ പിന്നെ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. ഈ സമയത്ത് മുറോങ് സിറ്റിയിലെത്തുന്നുണ്ട്. ദുബൈയെ കൊല്ലാനുള്ള പ്രിൻസിൻ്റെ ശ്രമത്തിനിടയിൽ എങ്ങനെയോ അബദ്ധത്തിലാണ് ഇല്ലുവിന് വിഷബാധയേറ്റത് എന്നൊക്കെ അവൻ ഇതിനകം അറിയുന്നു. അവർ നേരെ പ്രിൻസിൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. ദുബൈയും ഇല്ലുവും മനോഹരമായ ആ സ്ഥലത്തെ പൂക്കളെ സാക്ഷിയാക്കി ആചാരങ്ങളനുസരിച്ച് വിവാഹം നടത്തുന്നു. ചടങ്ങ് കഴിഞ്ഞപ്പോൾ വിവാഹ സമ്മാനമായി ദുബോ അവൻ്റെ വിരലണിഞ്ഞിരുന്ന അവൻ്റെ അധികാരത്തിൻ്റെ അടയാളമുള്ള ആ മോതിരമൂരി അവൾക്ക് നൽകുന്നു. ഇത് മറ്റാരും കാണാൻ ഇടവരരുത്. ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അകലേണ്ടി വരികയാണെങ്കിൽ ഈ മോതിരം ഉപയോഗിച്ച് എൻ്റെ ബ്യൂറോയിലെ ആൾക്കാരെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാണ് അവനത് നൽകിയത്. ഇല്ലു തൻ്റെ ഫിഷിംഗ് മോട്ടലിൻ്റെ ലോക്കറ്റിൽ അത് സുരക്ഷിതമായി വെക്കുന്നുണ്ട്. ഭാവിയിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ തനിച്ചാക്കി പോകരുത് എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്.
അവൾ വിവാഹ സമ്മാനമായി അവനെ കിസ് ചെയ്യുകയാണ് ചെയ്തത്. മുറോങ് ഈ സമയം പ്രിൻസിൻ്റെ കൊട്ടാരത്തിലെത്തി അയാൾ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നു. വധശിക്ഷ വിധിക്കാവുന്ന തെറ്റാണ് അയാൾ ചെയ്തതെങ്കിലും കൊല്ലരുത് എന്ന് അയാൾ അപേക്ഷിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുബായെ എതിർക്കാൻ ആരുമില്ലാതെയാക്കും. ഇപ്പോഴുള്ള അവൻ്റെ അധികാരം അതോടെ 4 ഇരട്ടി കൂടും. പിന്നെ രാജ്യം മുഴുവൻ അവൻ്റെ അധീനതയിലാകും. രാജാവിന് വെറുതെ സിംഹാസനത്തിൽ ഇരിക്കാമെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അതിന് കാരണമായി അയാൾ പറഞ്ഞത്. കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും അയാൾ പറയുന്നതൊക്കെ സത്യമായതുകൊണ്ട് മുറോങ് അയാളുടെ വധശിക്ഷ ഒഴിവാക്കി പദവികളെല്ലാം എടുത്തു കളയുക മാത്രം ചെയ്യുന്നു. പക്ഷേ മുറോങ്ങിൻ്റെ ആ തീരുമാനം ശരിയായില്ല എന്ന് സുൻ പിന്നീട് അദ്ദേഹത്തോട് പറയുന്നു. പ്രിൻസ് പറഞ്ഞതുപോലെ തന്നെ അയാളെ കൊല്ലുകയാണെങ്കിൽ അത് ദുബൈയുടെ മിടുക്കുകൊണ്ടാണ് എന്ന് അവൻ അഹങ്കരിക്കും. ഇപ്പോൾ തന്നെ രാജാവ് എന്ന വെറും പദവി മാത്രമേ എനിക്കുള്ളൂ. അധികാരം കൂടുതലും അവൻ്റെ കയ്യിലാണ്. അതെൻ്റെ കൈകളിലേക്ക് ആകണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് ബോധമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവനെ ഒരുപാട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് മുറോങ് അയാളോട് പറയുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ കൂടെ നിൽക്കാൻ ശക്തനായ ഒരാൾ ദുവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനെ പിണക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെപ്പോലെ തന്നെ കരുത്തും വിശ്വസനീയമായ മറ്റാരെങ്കിലും കൂടെ വേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് മുമ്പ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന യുഷ്യൻ എന്ന ആളെ തിരികെ വിളിപ്പിക്കുന്ന കാര്യം സുൻ പറയുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് തന്നെ വരാൻ അവന് നിർദ്ദേശം നൽകാൻ മുറോങ് അപ്പോൾ തന്നെ അറിയിക്കുന്നു. അതിനുശേഷം അവൻ നേരെ ഇല്ലുവിനെ കാണാനായി പോകുന്നു. അവർ ചെല്ലുമ്പോൾ ഷെങ്ങിൻ്റെ ജോലിക്കാരനായിരുന്ന ആൾ അവൻ്റെ കുറേ സാധനങ്ങളുമായി വാതിക്കൽ നിന്ന് കാവൽക്കാരോട് സംസാരിക്കുകയാണ്. തിരക്കിട്ട് പോകുന്നതിനിടയിൽ ഇതൊക്കെ ഷെങ് എടുക്കാൻ മറന്നതാണ്. ഷെങ് അവിടെ ഉണ്ട് എന്ന് കരുതി അത് നൽകാനാണ് അയാൾ വന്നിരിക്കുന്നത്. കാവൽക്കാർ അകത്തേക്ക് വിടാത്തത് കൊണ്ട് ഷെങ് ഇല്ലുവുമായി വളരെ അടുപ്പത്തിലാണ്. ഇടയ്ക്കിടെ തമ്മിൽ കാണുമായിരുന്നു എന്നൊക്കെ അയാൾ അവരോട് പറയുന്നത് മുറോങ് കേൾക്കുന്നു. ഏതോരുത്തൻ ഇല്ലുവുമായി വളരെ അടുപ്പത്തിലായിരുന്നു എന്ന് കേട്ടത് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഷെങ്ങിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മുറോങ് അയാളെ ചോദ്യം ചെയ്യുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് ഇല്ലുവും ദുബോയും സന്തോഷത്തോടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരികെ എത്തിയപ്പോഴാണ് ജോലിക്കാരെല്ലാം മുറ്റത്ത് മുട്ടുകുത്തിരിക്കുന്നത് കണ്ടത്. സാഹചര്യം കണ്ടപ്പോൾ തന്നെ അപകടം മണത്ത ഇല്ലു അവൻ്റെ കയ്യിൽ പിടിവിട്ട് വേഗം അകത്തേക്ക് ചെല്ലുന്നു. ദുബോയും പുറകെ ചെല്ലുന്നു. അകത്ത് അക്ഷമനായിരിക്കുന്ന മുറോങ്ങിൻ്റെ മുന്നിൽ ചെന്ന് അവർ മുട്ടുകുത്തിയിരിക്കുന്നു. ഇല്ലുവിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് തൻ്റെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യാതെ അവൾക്ക് വിഷബാധ ഏൽക്കാൻ ഇടവരുത്തിയതിന് ദുബോയെ അടിക്കാൻ കാവൽക്കാർക്ക് നിർദ്ദേശം നൽകുന്നു. അത് തടയാനായി ഇല്ലു എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ദുബോ വേഗം ഇടക്കേറി ഞാൻ ശിക്ഷ ഏൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അവൻ്റെ പുറകിൽ നിന്നുള്ള കാവൽക്കാർ ഒരു ദയവുമില്ലാതെ അവൻ്റെ പുറമടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നു. ഇല്ലുവും മറ്റുള്ളവരും നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.